ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ സപ്തഗണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിചിന്തനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരുന്നു. ഏഴാമത്തെ ക്രോധത്തിൻ്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. പത്തൊമ്പതാമത്തെ വാക്യത്തിൽ മഹാനഗരം മൂന്നായിട്ട് വിഭജിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ വീഞ്ഞു പാത്രം അവൾക്ക് നൽകാൻ മഹാബാബിലോണിന് ദൈവം ഓർത്തു എന്നുള്ള വചനവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിചിന്തനം നടത്തി. അപ്പോൾ ദൈവക്രോധത്തിൻ്റെ ആ അർത്ഥം എന്തെന്ന് നമ്മൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിൻ്റെ ക്രോധം തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് സൂചിപ്പിക്കുന്നത്. അത് ദൈവകരുണയുടെ മറുവശമാണ്. തൻ്റെ ജനത്തോട് അവിടുന്ന് കാണിക്കുന്ന ആ കരുണയുടെ മറുവശം. പീഡനങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന തൻ്റെ ജനം അവിടുത്തോട് നിലവിളിക്കുമ്പോൾ അവരെ പീഡിപ്പിക്കുന്ന ആ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതാണ് ഈ ദൈവക്രോധത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുക. 20-ാമത്തെ വാക്യം. ദ്വീപെല്ലാം ഓടിപ്പോയി, പർവ്വതങ്ങൾ കാണാതായി, താലന്തുകളുടെ ഭാരമുള്ള വലിയ കൽമഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു. കൽമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞു. ആ മഹാമാരി അത്ര ഭയങ്കരമായിരുന്നു. അപ്പോൾ ഈ ഏഴാമത്തെ മഹാമാരിയെക്കുറിച്ചുള്ള വിവരണങ്ങളുടെ അവസാന ഭാഗം. ഇപ്പോൾ ഇവിടെ ദ്വീപുകളെല്ലാം ഓടിപ്പോയി, പർവ്വതങ്ങൾ കാണാതായി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം കാണാതായി, അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ അത് അതിന് സമ്പൂർണ്ണമായിട്ടുള്ള നാശം തന്നെയാണ് അർത്ഥമാക്കുന്നത്. ദ്വീപുകളെല്ലാം ഓടിപ്പോയി എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ദ്വീപുകളെന്ന് പറയുമ്പോൾ വളരെ അഗമ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രമല്ല നമ്മളതിനെ കാണേണ്ടത്. അതിന് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അധികാര കേന്ദ്രങ്ങളെയും അഭയകേന്ദ്രങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പർവ്വതങ്ങളെല്ലാം അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ ഈ അധികാര ഗർവിൻ്റെ സാരങ്ങളെല്ലാം അതെല്ലാം അപ്രത്യക്ഷമായി എന്ന് തന്നെയായിരിക്കാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ കാണാതായി, ഇല്ലാതായി എന്നുള്ള പ്രയോഗം 18-ാമത്തെ അധ്യായത്തിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. 18, 14, 21, 22 വാക്യങ്ങളിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ദൈവം തൻ്റെ എതിരാളികളെ കീഴ്പ്പെടുത്തുന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സുഖഭോഗങ്ങളുടെ നഗരമായ ബാബിലോണിൻ്റെ വശീകരണത്തിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള സകല സമൂഹങ്ങളും സംവിധാനങ്ങളും ദൈവകോപത്തിന്, ദൈവത്തിൻ്റെ ക്രോധത്തിന് വിധേയമാകും. അവയെല്ലാം സമൂലമായിട്ട് നശിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ആരെയും അമ്പരിപ്പിക്കുന്നതും ശക്തമെന്ന് ഭാവിക്കുന്നതുമായിട്ടുള്ള ആ സംവിധാനങ്ങൾ, ആ ശക്തികൾ, ആ നഗരം, അത് വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷിതത്വം വെറും മരീചികയാണ്. ആരാധന സമൂഹം ഇതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ റോമിൻ്റെ പ്രൗഢിയിൽ മയങ്ങി അതിൻ്റെ ആ മൂല്യവ്യവസ്ഥയുടെ പിന്നാലെ പോകാനായിട്ടുള്ള ആ ഒരു പ്രലോഭനം അക്കാലങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹം, ആരാധന സമൂഹം ഇതിനെ പ്രതിരോധിച്ച് യേശുവിൻ്റെ ആ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. യേശുവിനോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിന് അവരെ പ്രേരിപ്പിക്കുവാനായിട്ടാണ്
ഗ്രന്ഥകാരൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ താലന്തുകളുടെ ഭാരമുള്ള വലിയ കന്മഴ അവരുടെ മേൽ വീണു എന്ന് പറയുന്നുണ്ട്. എന്നാൽ താലന്തുകളുടെ ഭാരമുള്ള കന്മഴ, താലന്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാരം 34.25 കിലോഗ്രാമാണ്. അതാണ് ഒരു താലന്തിൻ്റെ ഭാരമെന്ന് പറയുന്നത്. അപ്പോൾ താലന്തിൻ്റെ ഭാരമുള്ള കന്മഴ വീണു. അപ്പോൾ കന്മഴ നമുക്കറിയാം, അത് വീണ്ടും ഈജിപ്തിലെ ആ 7ാമത്തെ മഹാമാരിയോട് സാദൃശ്യമുള്ളതാണ്. അപ്പോൾ ഈ കന്മഴയൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ കന്മഴ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ കന്മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇത്ര വലിയ കന്മഴ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം അത് നമ്മൾ ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പോൾ ഇത്ര വലിയ ആ കന്മഴ, ആ താലന്തുകളുടെ ഭാരമുള്ള കന്മഴ എന്ന് പറയുമ്പോൾ അതൊരു അതിഭാവുകത്വം നിറഞ്ഞ് ഇവിടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത്രയും തൂക്കമുള്ള ആ കല്ലുകൾ വീണു എന്നല്ല അർത്ഥമാക്കുന്നത്. ആ നാശം അത്ര ഭീകരമായിരിക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ജനം, ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ജനം മുഴുവൻ ദൈവത്തിൻ്റെ ആ ക്രോധത്തിൻ്റെ ആ ശക്തി തിരിച്ചറിയുന്നു. ഇനി ഇതെല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്താണ്? അതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അവരെന്താ ചെയ്യുന്നത്? അവർ ദൈവത്തെ ദുഷിച്ചു പറയുന്നു. അപ്പോൾ ഈ ശിക്ഷകളെല്ലാം വരുമ്പോൾ വീണ്ടും അവർ ദൈവത്തെ ദുഷിക്കുകയാണ്. അതായത് ഇവരുടെ തനിനിറം വീണ്ടും പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇവർക്ക് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം അവസരം കൊടുക്കാത്തത് കൊണ്ടല്ല, വളരെ ദുശാഠ്യപൂർവം തങ്ങളുടെ ആ വഴികളിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അന്ധകാര ശക്തികളോട്, തിന്മയുടെ ശക്തികളോട് അവർ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. ഈ പൈശാചിക ശക്തികളെ സേവിക്കുന്ന ഇവർക്ക് ലഭിക്കുന്ന ആ ശിക്ഷ അത് നീതിപൂർവകമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വിവരണത്തിനിടയ്ക്ക് ചേർത്തിരിക്കുന്ന ഒരു പ്രമേയം അതുതന്നെയാണ്. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്തുകൊണ്ടാണ്? ഈ തിന്മയിൽ നിന്ന് അവർ മാനസാന്തരപ്പെട്ട് അകന്നു മാറി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, മറിച്ച് ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച ആ ഒരു പ്രമേയം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളോ ശിക്ഷകളോ ഒന്നും മനുഷ്യരുടെ മാനസാന്തരത്തിന് കാരണമാകുന്നില്ല. ഇപ്പോൾ പ്രകൃതി ദുരന്തം വരുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, ഇത് ദൈവം മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം അയക്കുന്ന ശിക്ഷകളാണെന്ന്. ഈ ശിക്ഷകളൊന്നും മനുഷ്യനെ ഒന്നും മാനസാന്തരപ്പെടുത്തുകയില്ല. പിന്നെ മാനസാന്തരപ്പെടുത്തുന്നത് എന്താണ്? അത് തീർച്ചയായിട്ടും അത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രമേയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിവിടെയും ഇത് ദുഷിച്ചു പറഞ്ഞു മാനസാന്തരപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ വീണ്ടും ദൈവജനം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആശയവും അത് തന്നെയാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷ അത് യാഥാർത്ഥ്യമാകുന്നതിന് മുന്നോടിയായിട്ട് തിന്മയുടെ സാമ്രാജ്യങ്ങൾ തകർക്കപ്പെടുന്നതും തിന്മ ഉന്മൂലനം ചെയ്യപ്പെടുന്നതുമൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരണങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 17-ാം അധ്യായത്തിൽ നമ്മൾ ആ ബാബിലോൺ നഗരം എപ്രകാരം നശിപ്പിക്കപ്പെടുന്നു എന്ന് കാണുന്നു. പിന്നീട് ആ ബാബലിനോട് ചേർന്ന് നിൽക്കുന്നവർ വിലപിക്കുന്നതും നമ്മൾ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിധിയുടെ ആ പ്രതീകം ദൈവം തിന്മയ്ക്കെതിരെ ഇടപെടുന്നത് ആണ് അർത്ഥമാക്കുന്നത്. പുതിയ ജെറുസലം അത് യാഥാർത്ഥ്യമാകുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഈ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണങ്ങളെല്ലാം ദൈവജനത്തിൻ്റെ ആരാധന സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കണം. ചരിത്രത്തിൽ ദൈവം ആത്യന്തികമായിട്ട് ആധികാരികമായിട്ട് ഇടപെടും, തിന്മയെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യും. ദൈവജനം ഇത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, കുഞ്ഞാടിനോട് എന്നും വിശ്വസ്തത പുലർത്തുക. ഇനി തിന്മയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലോ അവരൊക്കെ ഈ ശക്തികളോടൊപ്പം നാശമടയും എന്നുകൂടി തിരിച്ചറിയുക. ഇനി ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? മനുഷ്യരുടെ നാശമൊന്നുമല്ല, അത് മനുഷ്യരുടെ രക്ഷ തന്നെയാണ്. മാനസാന്തരപ്പെടാനായിട്ടുള്ള വിളി
എന്നും അവരുടെ മുന്നിലുണ്ട്. എന്നും ജാഗ്രതയോടെ ഇരിക്കാനായിട്ടാണ് ദൈവം ആവശ്യപ്പെടുക. അപ്പോൾ ഈ 16-ാം അധ്യായത്തിൽ മൂന്നാമത്തെ ആ സപ്തഗണം, അത് പഴയ നിയമത്തിലെ പുറപ്പാട് ഗ്രന്ഥത്തിലെ മഹാമാരികളുടെ പശ്ചാത്തലത്തിൽ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അവിടെയുള്ള പല പ്രതീകങ്ങളും പ്രമേയങ്ങളും ഒക്കെ ഇടയ്ക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നു: വെളിപാട് ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളുടെ അർത്ഥം നമ്മൾ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് കൂടി കടന്നു ചെല്ലണം. അപ്പോൾ അതിലുള്ള പല അർത്ഥധ്വനികളും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാതെ നമുക്ക് വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വെളിപാട് ഗ്രന്ഥം ഈ പഴയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയണമെങ്കിൽ, ഇതിൻ്റെ അർത്ഥം തിരിച്ചറിയണമെങ്കിൽ ഇതിനു മുമ്പുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവും വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ടാണ് ഈ 16-ാം അധ്യായം പറയുക. ഇനി നമ്മൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 16-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമുണ്ട്: സംഭവിച്ചു കഴിഞ്ഞു. അതേ തുടർന്നുള്ള മിന്നൽ പിണരുകളും ഭൂകമ്പങ്ങളും. അപ്പോൾ അവിടെ ദൈവ പ്രത്യക്ഷമാണ് നമ്മൾ കാണുക. ആ ദൈവപ്രത്യക്ഷത്തിൽ തിന്മയുടെ ശക്തികളൊക്കെ വിരളി കൊള്ളുന്നതും അവയൊക്കെ പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതും നമ്മൾ കാണുന്നു. അപ്പോൾ അധ്യായം 17, 18 ഈ മഹാബാബിലോണിൻ്റെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഈ വ്യാജ ആരാധനയുടെ പിന്നാലെ പോകുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷ, അത് പ്രതീകാത്മകമായിട്ട് ബാബിലോണിൻ്റെ മേലുള്ള ശിക്ഷയായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഇനി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രതീകം അത് ബാബിലോൺ എന്ന മഹാനഗരം തന്നെയാണ്. അപ്പോൾ വളരെ ഏറെ അർത്ഥധ്വനികളുള്ള ഒരു പദമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ തിന്മയുടെ പ്രതീകമാണത്. ഇസ്രായേൽ സമൂഹത്തെ എന്നും എതിർത്ത, അവർക്കെതിരെ എന്നും യുദ്ധം ചെയ്യുന്ന സാമ്രാജ്യമാണ് ബാബിലോൺ. ഇനി വെളിപാട് ഗ്രന്ഥത്തിൽ തന്നെ ബാബിലോണിനെ കുറിച്ചുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. ജനതകളെ ഭോഗാസക്തിയുടെ വീഞ്ഞു കുടിപ്പിച്ച മഹാബാബിലോൺ വീണുപോയി. 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവിടെയാണ് നഗരത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം തന്നെ. അപ്പോൾ ജനതകളെ ഭോഗാസക്തിയുടെ വീഞ്ഞു കുടിപ്പിച്ച മഹാബാബിലോൺ. ഇനി ഈ നഗരം അത് 3ആയിട്ട് തകർക്കപ്പെടുന്നു എന്ന് 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മഹാബാബിലോണിനെക്കുറിച്ച് ഉള്ള വിവരണമാണ് നമ്മൾ കാണുക. അപ്പോൾ അത് വായിക്കുന്നവരിൽ വളരെ വെറുപ്പുളവാക്കുന്ന, ജുഗുപ്സ ഉളവാക്കുന്ന വിധത്തിലുള്ള വിവരണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഈ സാമ്രാജ്യങ്ങളുടെ സംവിധാനങ്ങളുടെ മൃഗീയ ക്രൂരതകളും അവരിലൊക്കെ കാണുന്ന ആ സുഖഭോഗങ്ങളുമൊക്കെ അത് ദൈവികമാണെന്നുള്ള അവരുടെ അവകാശവാദങ്ങൾ, അതൊക്കെയാണ് ഈ മഹാബാബിലോൺ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് ഭരണം കൈയാളുന്ന ശക്തിയെ ആണ് സൂചിപ്പിക്കുക, സംവിധാനത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ അതിനെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പ്രതീകമാണ് വേശ്യ എന്നത്. മഹാബാബിലോൺ എന്ന് പറയുന്ന ആ വേശ്യ, ജലധികളുടെ മേൽ ഉപവിഷ്ടയായ മഹാവേശ്യ 17-ാം അധ്യായത്തിൽ 1-15 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അന്തർദേശീയ വ്യവസ്ഥിതി നഗരം ഒക്കെ ഇത് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ വേശ്യ എന്നുള്ള ആ പ്രയോഗം തന്നെ നമുക്കറിയാം, അത് അർത്ഥമാക്കുന്നത് ആളുകളെല്ലാം വ്യാമോഹിപ്പിച്ച് തെറ്റിൻ്റെ പാതയിലേക്ക് നയിക്കുന്നവളാണ്. തീർച്ചയായിട്ടും ദൈവജനത്തെയെല്ലാം പ്രലോഭിപ്പിച്ച് ആ തെറ്റായിട്ടുള്ള മൂല്യവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നവളാണ് ഈ മഹാബാബിലോൺ. അപ്പോൾ ആദ്യ സപ്തഗണത്തിൽ ദൈവത്തിൻ്റെ വിധിക്കായിട്ട് കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. 6-ാം ആ മുദ്രകളുടെ വിവരണത്തിൽ 5-ാമത്തെ മുദ്രയിൽ ഇനിയും അല്പസമയം കാത്തിരിക്കുക. ഇനി ആ കാത്തിരിപ്പിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ ദൈവം ഇടപെടുന്ന സമയം ആഗതമായി. ഇവിടെ ബാബിലോൺ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യപ്പെടുന്നത്? അതാണ് ഏറ്റവും രസകരം. ബാബിലോൺ
അതിൻ്റെ തന്നെ സഖ്യകക്ഷികളാലാണ് തകർക്കപ്പെടുന്നത്. അപ്പോൾ നാം ഒക്കെ പടുത്തുയർത്തുന്ന ഈ തിന്മയുടെ സംവിധാനങ്ങൾ അതൊക്കെ അതിൽ തന്നെ നശിച്ചു പോകും. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഇംപ്ലോഷൻ, ഉള്ളിലേക്ക് തന്നെ തകർന്നടിയുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള തിന്മയുടെ സാമ്രാജ്യങ്ങളെല്ലാം അവസാനം ഇതുപോലെ തകർന്നടിയും എന്നാണ് പറയുക. അപ്പോൾ വെളിപാടിൻ്റെ ഈ രണ്ടാം ഭാഗത്ത്, അവസാന ഭാഗത്ത്, ഈ തിന്മയുടെ സാമ്രാജ്യങ്ങൾ ഇത്രയും കാലം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ആരുമില്ല എന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്ന ഈ തിന്മയുടെ ശക്തികളെല്ലാം അത് അവസാനം തകർന്നടിയുന്നത് ഇവിടെ വിവരിക്കുന്നു. 6-ാം അധ്യായത്തിൽ കേൾക്കുന്ന പ്രാർത്ഥന, പീഡിതരുടെ നിലവിളി, രക്തസാക്ഷികളുടെ പ്രാർത്ഥന, ഇനി എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇവിടെ ലഭിക്കുകയാണ്. അപ്പോൾ അത് 12-ാം അധ്യായത്തിൽ താഴേക്ക് സാത്താൻ വലിച്ചെറിയപ്പെടുന്നത് കാണുന്നുണ്ട്. അവിടെ തിന്മയുടെ ശക്തി പരാജയപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആ പൂർത്തീകരണം നമ്മളിവിടെ കാണും. ഈ 13-ാം അധ്യായത്തിൽ വ്യാജ പ്രവാചകനായിട്ടുള്ള മൃഗം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വേശ്യയുടെ വിവരണവുമൊക്കെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആദ്യം സർപ്പത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ മൃഗത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ അതിനുശേഷം അതിൻ്റെയൊക്കെ കൂടെ നിന്ന് അഭിരമിക്കുന്ന അല്ലെങ്കിൽ തിന്മയുടെ ലോകത്ത് വ്യാപരിക്കുന്ന ആ നഗരത്തെ, വ്യവസ്ഥിതിയെ, മഹാബാബിലോണിനെ വിവരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിവരിക്കുന്ന ആ തിന്മയുടെ ശക്തികൾ ഇത് ഒന്നൊന്നായിട്ട് വീണ്ടും അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നു. ആദ്യം ഈ മഹാബാബിലോൺ, പിന്നെ മൃഗം, പിന്നെ അവസാനം ആത്യന്തിക ശക്തിയായ ആ സാത്താൻ. അവസാനം മരണം തന്നെ ആ അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ബാബിലോണിൻ്റെ പതനം ഇവിടെ പറയുന്നുണ്ട്. ഇത് വീണുപോയി, ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ല, അത് നമുക്കറിയാം, ഭാവിയെ അത് മുൻകൂട്ടി അവതരിപ്പിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംഭവിച്ചിരിക്കും. പക്ഷേ ഇപ്പോഴും ആ തിന്മയുടെ സാമ്രാജ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അതിൻ്റെ വ്യാപനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊന്നും ആത്യന്തികമായിട്ടുള്ള നിലനിൽപ്പില്ല എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവയെല്ലാം ക്രിസ്തു അവസാനം പരാജയപ്പെടുത്തുമെന്ന് 17-14 നമ്മൾ കാണുന്നുണ്ട്. മൃഗത്തെയും സഖ്യകക്ഷികളെയും ഒക്കെ ക്രിസ്തു പരാജയപ്പെടുത്തുന്നു. 20-ാം അധ്യായത്തിൽ സാത്താൻ ബന്ധിക്കപ്പെടുകയും അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും നമ്മൾ കാണുന്നു. ഇപ്പോൾ ഈ 17-ാം അധ്യായത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ആ തിന്മയുടെ ശക്തികൾ ഒന്നൊന്നായിട്ട് നശിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രാരംഭ രംഗമാണ്. അപ്പോൾ ആദ്യം തുടക്കം കുറിക്കുന്നത് മഹാബാബിലോണിൻ്റെ ആ നാശത്തിലൂടെയാണ്. ഇനി ഈ അധ്യായം ഒരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 17-ാം അധ്യായം 1 മുതൽ 3a വരെ ആമുഖമായിട്ട് കാണാം. പിന്നെ 3b മുതൽ 6 വരെ വേശ്യയുടെ വിവരണമാണ്. പിന്നീട് 7 മുതൽ 18 വരെ ഈ വിവരണങ്ങളുടെ എല്ലാം ഒരു വ്യാഖ്യാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആദ്യ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. 17 1-ാമത്തെ വാക്യം. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, ജലധികളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവധി നിനക്ക് ഞാൻ കാണിച്ച് തരാം. മഹാബാബിലോണിൻ്റെ മേലുള്ള ആ ശിക്ഷ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ തിന്മയുടെ ഉന്മൂലനമാണ് ഈ പാത്രങ്ങളുടെ വിവരണത്തിലുള്ളത്. അപ്പോൾ 7 പേരിൽ ഒരുവനാണ് വേശ്യയുടെ മേലുള്ള ശിക്ഷാവധി കാണിക്കുന്ന ആ ദൂതൻ. അപ്പോൾ അത് ആ ദൂതൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യോഹന്നാന് തന്നെ ലഭിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ട് തന്നെയാണ്. ഇനി വീണ്ടും നമ്മൾ പിന്നീട് 21-ാം അധ്യായത്തിൽ ഈ ദൂതൻ തന്നെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൂതൻ തന്നെ വേശ്യയും കാണിച്ചു കൊടുക്കുന്നു, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെയും കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ വേശ്യയുടെയും മണവാട്ടിയുടെയും ചിത്രങ്ങൾ. ഇപ്പോൾ വെളിപാടിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന വളരെ പ്രധാനപ്പെട്ട 2 പ്രതീകങ്ങളാണ് വേശ്യയുടെയും മണവാട്ടിയുടെയും. ഇപ്പോൾ വേശ്യയുടെ വിവരണമൊക്കെ
പലരിലുമൊക്കെ വളരെ അസ്വസ്ഥതയൊക്കെ ഉളവാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിവരണം ഒക്കെ വായിച്ചിട്ട് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ വെളിപാട് അത് സ്ത്രീ വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നവരൊക്കെയുണ്ട്. അമേരിക്കൻ എഴുത്തുകാരിയായ ടീന പിപ്പിൻ പറയുന്നത് അങ്ങനെയാണ്. ഗ്രന്ഥകാരി പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെളിപാട് ഗ്രന്ഥം ഇനിയും എഴുതപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ രണ്ട് പ്രതീകങ്ങൾ അത് പണ്ട് കാലം മുതലേയുള്ള രണ്ട് പ്രതീകങ്ങൾ. അപ്പോൾ ഒന്ന് വേശ്യയാണെങ്കിൽ മറുവശം മണവാട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിഷേധാത്മകമായിട്ടുള്ള ഒരു പ്രതീകം മാത്രമല്ല, ഭാവാത്മകമായിട്ടുള്ള ഒരു പ്രതീകവും ഉപയോഗിക്കുന്നുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ വേശ്യയും മണവാട്ടിയും ഈ രണ്ട് പ്രതീകങ്ങൾ എടുത്തുകൊണ്ട് ദൈവജനത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ, രൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ ആ പ്രതീകം മഹാവേശ്യ 17:1-2 നമ്മൾ കാണുന്നു. ഇനി ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അത് ഗ്രീക്ക് ഭാഷയിലാണ് അതിൻ്റെ അർത്ഥധ്വനി കുറേ കൂടി വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയുക. പൊർനെ എന്ന് വെച്ചാൽ വേശ്യ എന്നാണ് അർത്ഥം. ഇനി വ്യഭിചാരം ചെയ്യുക എന്നതും ഇതിനോട് ചേർന്ന ഒരു പദം തന്നെയാണ്. പൊർണേവോ, വ്യഭിചാരം ചെയ്യുക. പിന്നെ അതിനോട് സാമ്യമുള്ള വേറൊരു പ്രയോഗമുണ്ട്, ദുർവൃത്തി അല്ലെങ്കിൽ വ്യഭിചാരം, പൊർണേയ്യ. അപ്പോൾ ഈ ഒരു പ്രയോഗം വീണ്ടും വീണ്ടും ഈ വാക്യങ്ങളിൽ ആവർത്തിക്കുന്ന വഴിയായിട്ട് ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് സൂചിപ്പിക്കുന്ന ആ തിന്മയുടെ വ്യവസ്ഥിതി അത്ര വ്യാപകമാണ് എന്നർത്ഥം. അപ്പോൾ ആ ദുർവൃത്തി, ആ വേശ്യ എന്ന പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ആ ദുർവൃത്തി അത് വളരെ വ്യാപകമാണ്. അപ്പോൾ ഈ വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? പൊർനെ എന്ന പദം വരുന്നത്, ചില വാക്കുകളുടെ അർത്ഥം, റൂട്ട് അതൊക്കെ അറിയുന്നത് അതിൻ്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കുറേ നമ്മെ സഹായിക്കും. പൊർണേമി എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് ഈ പൊർണെ, വേശ്യ എന്ന പദം വരുന്നത്. പൊർണേമി എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നർത്ഥം. വേശ്യ എന്താ ചെയ്യുന്നത്? സ്വയം വിൽക്കുകയെ ചെയ്യുന്നത്. വാങ്ങിക്കുന്നവൻ്റെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രയോഗം എടുത്തുകൊണ്ട് ഈ സാമ്രാജ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സാമ്രാജ്യവുമായിട്ട് സകല രാജാക്കന്മാർ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഇവരൊക്കെ ഈ ഒരു സ്വയം വിൽക്കുകയും അല്ലെങ്കിൽ ഇവിടെയുള്ള ആ തിന്മയുടെ ആ വ്യവസ്ഥിതിയിൽ ഇവരൊക്കെ ഇടപഴകുന്നു എന്നാണ് അർത്ഥമാക്കുക. ഇനി ഈ പൊർണേവോ അല്ലെങ്കിൽ ആ ഒരു പദത്തിനുള്ള വേറൊരു അർത്ഥധ്വനി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അവിശ്വസ്തത തന്നെയാണ്. പഴയ നിയമത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്. പ്രധാനമായിട്ടും ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്ന് വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അവരെ സൂചിപ്പിക്കുവാനായിട്ട് വേശ്യ എന്നുള്ള പ്രയോഗം പ്രവാചകന്മാർ എടുക്കാറുണ്ട്. കാരണം പഴയ നിയമത്തിൽ ദൈവജനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വൈവാഹിക ബന്ധത്തോടാണ് ഉപമിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യ ഭർത്താക്കന്മാരുടെ പിന്നാലെ പോകുന്നവളായിട്ടാണ് ദൈവജനത്തെ അവിടെ വിശേഷിപ്പിക്കുക. അപ്പോൾ വ്യാജ ആരാധനയിലേക്ക് പോകുന്ന ദൈവജനത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വേശ്യ എന്നുള്ള പ്രയോഗം കാലങ്ങളുണ്ടായിരുന്ന മറ്റു വിജാതീയ സമൂഹങ്ങളെ, രാജ്യങ്ങളെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. ടയർ, നിനിവെ എന്നൊക്കെ പറയുന്ന ആ നഗരങ്ങളെ സൂചിപ്പിക്കുവാനായിട്ടും ഈ പ്രതീകം എടുക്കാറുണ്ട്. കാരണം അവർ വ്യാജ ദൈവാരാധനയിൽ, അധാർമികതയിൽ മുഴുകുന്നവരൊക്കെയാണ്. അപ്പോൾ ബാബിലോണിനെ വേശ്യയോട് ഉപമിക്കുമ്പോൾ ഈ തിന്മയുടെ ആ ലോകത്ത് വ്യാപരിക്കുന്ന ആ ബാബിലോണിനെ, നഗരത്തെ, വ്യവസ്ഥിതിയെ ആണ് ഇവിടെ അർത്ഥമാക്കുക. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രണ്ട് പ്രതീകങ്ങളാണ് ചേർന്ന് വരുന്നത്. വേശ്യയുടെ പ്രതീകവും പിന്നെ മണവാട്ടിയുടെ പ്രതീകവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ ഈ രണ്ട് പ്രതീകങ്ങൾ കടന്നു വരുന്നുണ്ട്. വേശ്യയുടെ പ്രതീകവും സ്ത്രീയുടെ പ്രതീകവും. വേശ്യയുടെ പ്രതീകം
17-ാം അധ്യായം മുതലാണ് വളരെ ശക്തമായിട്ട് കടന്നു വരിക. ഇത് 14-ാം അധ്യായത്തിൽ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ വരുന്നു. ഇനി ഈ വിവരണം സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീക്ക് വിപരീതമായിട്ടുള്ള ഒരു പ്രതീകമാണ്. സ്ത്രീ നമ്മൾ 12-ാം അധ്യായത്തിൽ കണ്ടതാണ്. സൂര്യനെ ഉടയാടയാക്കിയവൾ, ആകാശത്തിൽ ആയിരിക്കുന്നവൾ, സ്വർഗീയ തലത്തിലായിരിക്കുന്നവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ. ഇവൾ മിശിഹായുടെയും വിശ്വാസികളുടെയും മാതാവാണ്. വിശുദ്ധരുടെ സൽപ്രവൃത്തികളുടെ വസ്ത്രം ധരിച്ചവരാണ്. അപ്പോൾ ഈ സ്ത്രീയുടെയും വേശ്യയുടെയും പ്രതീകം കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ ഈ വെളിപാട് ഗ്രന്ഥത്തിലെ 17-ാം അധ്യായത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് തിന്മ നിറഞ്ഞ സംവിധാനങ്ങളും വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ആ ജനത്തെയും ഒക്കെ സൂചിപ്പിക്കുവാനായിട്ടാണ്. ഇനി ഇവിടെ വേശ്യയെ സൂചിപ്പിക്കുന്ന അല്ലെ വേശ്യയെ ചിത്രീകരിക്കുന്ന പല പ്രതീകങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ധൂമ്ര വസ്ത്രം ധരിച്ചവളാണ്, അവൾ ഭൂമിയിൽ ഉള്ളവളാണ്, മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്നവളാണ്, വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവാണ്. 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നു. അതുപോലെ തന്നെ അശുദ്ധി നിറഞ്ഞ ചഷകം ഏന്തിയിരിക്കുന്നവളാണ്. അപ്പോൾ ഈ വേശ്യയുടെ വിവരണം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രതീകങ്ങൾ ഉപയോഗിച്ച് നമ്മലൊക്കെ വെറുപ്പുളവാക്കുന്ന വിധത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അന്ന് ഉള്ള ആ റോമ സാമ്രാജ്യത്തെയാണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും ഇത് സൂചിപ്പിക്കുന്നത് അവിശ്വസ്തയായ സഭയെയാണ്, റോമ സഭയെയാണ് എന്ന്. പക്ഷേ സഭയെക്കുറിച്ചുള്ള വിവരണമാകുവാനായിട്ട് സാധ്യതയില്ല. കാരണം 2-3 അധ്യായങ്ങളിൽ സഭയെക്കുറിച്ച് വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ആ വ്യവസ്ഥകളെക്കുറിച്ചുള്ളതാണ്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയിൽ കൂടെ നിൽക്കുന്ന ആ സാമ്രാജ്യത്തെ വിശേഷിപ്പിക്കുന്നതാണ്. ഇനി ഈ ബാബിലോണിനെക്കുറിച്ച്, ബാബിലോണിൻ്റെ മേലുള്ള ശിക്ഷയെക്കുറിച്ച് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.